നമ്മുടെ കുട്ടിക്കാലത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് നമ്മളെ അലോസരപ്പെടുത്തിയേക്കാം. കാരണം അത് വളരെ കാലം മുമ്പ് കഴിഞ്ഞുപോയൊരു കാര്യമാണ്. എന്നാൽ നാം ആയിരുന്ന ആ ഒരു ചെറിയ മനുഷ്യനെ ഓർക്കാൻ പോലും അല്ലെങ്കിൽ അതുമായി റിലേറ്റ് ചെയ്യാൻ പോലും നമുക്കിപ്പോൾ വളരെയധികം ബുദ്ധിമുട്ടായേക്കാം. അതിനു പുറമെ ഒരു 15 വയസ്സിന് മുൻപ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ് പ്രായപൂർത്തിയായ വ്യക്തി എന്നുള്ള നിലയിൽ നമ്മുടെ സ്വഭാവ സവിശേഷതകൾ നിർണയിച്ചതെന്ന മനഃശാസ്ത്രപരമായിട്ടുള്ള ക്ലീഷേ എന്തിന് നാം അംഗീകരിക്കണം എന്നൊരു ചോദ്യവും നമുക്ക് ചിലപ്പോഴുണ്ടായേക്കാം. മനുഷ്യ ചരിത്രത്തിന്റെ ഭൂരിഭാഗം കാലഘട്ടങ്ങളിലും നമ്മുടെ കുട്ടിക്കാലത്തെ സംഭവങ്ങളെയും പ്രായപൂർത്തിയായിട്ടുള്ള നമ്മുടെ സ്വഭാവ സവിശേഷതകളുടെയും ബന്ധം എന്ന് പറയുന്നത് വളരെ അസംബന്ധപരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് കണക്കാക്കിയിരുന്നു. ജീവിതത്തിൽ ആദ്യ വർഷങ്ങളിൽ എന്താണ് സംഭവിച്ചത് എന്ന് രേഖപ്പെടുത്തുന്നതിന് പോലും വലിയ പ്രാധാന്യമോ താല്പര്യമോ ഒന്നും ആരും കാണിച്ചിരുന്നില്ല എന്നുള്ളതാണ് സത്യം. ഉദാഹരണമായിട്ട് തത്വചിന്തകനായ പ്ലേറ്റോ തന്റെ ജീവിതകാലത്തും അതിനുശേഷവും ഏറ്റവും പ്രശസ്തമായ വ്യക്തികളിൽ ഒരാളായിരുന്നു. എന്നാലും അദ്ദേഹത്തിന്റെ ബാല്യകാലത്തെക്കുറിച്ച് നമുക്കറിയാവുന്നത് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. ഏകദേശം ക്രിസ്തു വർഷത്തിന് മുൻപ് 425 BC-യിൽ അദ്ദേഹം ഏഥൻസിൽ ഒരു സമ്പന്ന കുടുംബത്തിൽ ജനിച്ചു എന്നും അദ്ദേഹത്തിന്റെ ചില ബന്ധുക്കൾക്ക് രാഷ്ട്രീയ രംഗത്ത് സജീവമായിരുന്നു എന്നും മാത്രമാണ് നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് അറിയാൻ കഴിയുന്ന കാര്യങ്ങൾ. പ്ലേറ്റോ പ്രായപൂർത്തിയായ വ്യക്തിയായി മാറുന്നതിന് മുൻപ് അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചതെന്നോ അദ്ദേഹത്തിന്റെ മനസ്സിലെ ചിന്തകൾ എന്തായിരുന്നു എന്നോ രേഖപ്പെടുത്തണമെന്ന ചിന്ത അദ്ദേഹത്തിനോ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾക്കോ അദ്ദേഹത്തെ പഠിക്കുന്ന നമ്മളെ പോലുള്ള വ്യക്തികൾക്കോ ആരാധകർക്കോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇത് ഒരു വിചിത്രമായ ഒരു സംഭവമൊന്നുമല്ല. മറിച്ച് അടുത്ത കാലം വരെ നിലനിന്നിരുന്ന ഒരു പൊതു പ്രവണതയോട് ഇത് വളരെയധികം പൊരുത്തപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മള് ബാല്യകാലത്തെ ഒട്ടും പ്രസക്തിയില്ലാത്ത ഒരു കാര്യമായിട്ടാണ് നമ്മൾ കരുതുന്നത്. നമ്മുടെ കുട്ടിക്കാലത്തെക്കുറിച്ച് വ്യാപകമായി പ്രസിദ്ധീകരിക്കപ്പെട്ട ഏറ്റവും വിപുലമായ ആദ്യ വിവരണം വരുന്നത് 1811-ലാണ്. അതില് മനുഷ്യ ചരിത്രത്തിന്റെ ആ ഒരു ദീർഘകാലത്തെ നോക്കിക്കഴിഞ്ഞാൽ ഇന്നലെ എന്ന് പറയാവുന്നത്ര അടുത്ത കാലമാണ് ഈ 1811 എന്ന് പറയുന്നത്. ആ വർഷമാണ് ജർമ്മൻ കവിയും തന്ത്രജ്ഞനുമായ ഗെഥെ തന്റെ ആത്മകഥയുടെ ആദ്യ ഭാഗമായ പോയട്രി ആൻഡ് ദി ട്രൂത്ത് പ്രസിദ്ധീകരിക്കുന്നത്. തന്റെ ആദ്യകാല ജീവിതത്തിൽ താൻ എന്തായിരുന്നു അനുഭവിച്ചിരുന്നത്, അല്ലെങ്കിൽ ലോകത്തെക്കുറിച്ച് താൻ എങ്ങനെയായിരുന്നു കണ്ടിരുന്നത്, മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം എങ്ങനെയായിരുന്നു, ജീവിതത്തിന്റെ ഉയർച്ചകളും താഴ്ചകളും എങ്ങനെയായിരുന്നു, അദ്ദേഹം എന്തിനായിരുന്നു ഭയപ്പെട്ടിരുന്നത്, എന്തായിരുന്നു അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത്, ഇവയെല്ലാം വളരെ സൂക്ഷ്മമായി അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫിയിൽ രേഖപ്പെടുത്തുകയും അത്തരം വിവരങ്ങൾ തന്റെ ശേഷിക്കുന്ന ജീവിതത്തെ മനസ്സിലാക്കുന്നതിൽ കേന്ദ്രസ്ഥാനം വഹിക്കുന്നു എന്ന് മനസ്സിലാക്കുകയും ചെയ്ത പ്രധാന വ്യക്തി അദ്ദേഹമാണ്. ബാല്യകാലത്തെക്കുറിച്ചുള്ള അന്വേഷണം, പ്രത്യേകിച്ച് അതിൽ നാം അനുഭവിക്കുന്ന വേദനകളെക്കുറിച്ചുള്ള പഠനം, ശാസ്ത്രീയമായ മേഖലയിലേക്ക് പ്രവേശിക്കാൻ പിന്നെയും ഏതാണ്ട് ഒരു നൂറ്റാണ്ടു കൂടി എടുത്തു. സിഗ്മണ്ട് ഫ്രോയിഡും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരുമാണ് ഇതിൽ പ്രധാന സംഭാവനകൾ നൽകിയ വ്യക്തികൾ എന്ന് പറയുന്നത്. കുട്ടികള് അവര് വളരുന്ന പരിസരങ്ങളോട് എത്രത്തോളം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും അവർക്കുണ്ടാവുന്ന അനുഭവങ്ങളെ കുറിച്ച് അവർ എത്രത്തോളം നിസ്സഹായരാണെന്നും വിശകലനം ചെയ്യുന്നതിലായിരുന്നു അവർ പ്രാധാന്യം കൊടുത്തിരുന്നത്. അതും അതിന്റെ പ്രതിഫലനങ്ങൾ എങ്ങനെയാണ് പ്രായപൂർത്തിയായ വ്യക്തിത്വങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്നും അവർ വ്യാഖ്യാനിച്ചു. എന്നിരുന്നാലും ഇന്നും ബാല്യകാലത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്നത് നമുക്ക് അത്ര ഇഷ്ടമല്ലാത്ത, അസൗകര്യകരമായ, ഒഴിവാക്കാനാവുന്നതായ ഒരു അനുഭവമായി തോന്നാൻ നിരവധി കാരണങ്ങളുണ്ട്. അതിലൊന്ന് നമ്മുടെ ബാല്യകാലത്തെക്കുറിച്ച് നമുക്ക് വളരെ കുറച്ചേ ഓർമ്മയുള്ളൂ എന്ന തോന്നലാണ്. നമ്മുടെ ഓർമ്മയിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. നമ്മുടെ ആദ്യ 10 വർഷങ്ങളിലെ ആയിരക്കണക്കിന് ദിവസങ്ങളിൽ നിന്ന് തുടക്കം മുതൽ അവസാനം വരെ കൃത്യമായി വിവരിക്കാനാവുന്ന ഒരു ദിവസം പോലും നമുക്കുണ്ടായിരിക്കണം എന്നില്ല. ഇപ്പം
5-ാം വയസ്സിൽ നമ്മൾ ഉറങ്ങിയ മുറിയിലെ മതിലുകളുടെ നിറം എന്തായിരുന്നു? അല്ലെങ്കിൽ സ്കൂളിൽ നമ്മുടെ അടുത്തിരുന്ന് പഠിച്ചതാരായിരുന്നു? അല്ലെങ്കിൽ നമ്മൾ എത്ര പഴംപൊരി കഴിച്ചു ഇന്ന വയസ്സിൽ എന്നുള്ളതൊന്നും നമുക്ക് ഓർമ്മയില്ല. നമ്മുടെ ബാല്യകാല സമയം എന്ന് പറയുന്നത് മറ്റൊരു വ്യക്തിയെ പോലെ, വേറൊരു മനുഷ്യനെ പോലെ നമ്മിൽ നിന്നും അകന്നതായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. ബാല്യകാലത്തെക്കുറിച്ച് നമുക്ക് ഓർക്കാൻ ഇഷ്ടമില്ലാത്തതിന്റെ രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് നമ്മള് സെന്റിമെന്റൽ ആണ് എന്നുള്ളതാണ്. ഒരു സമീപനമാണ് നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുന്നത്. കാരണം ക്രൂരമായിട്ടുള്ള, കഠിനമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളെക്കാൾ നമ്മള് പ്രാധാന്യം കൊടുക്കുന്നത് ചില സ്നേഹ നിമിഷങ്ങളിലേക്കാണ്. അതിന്റെ ഉദാഹരണമാണ് നമ്മള് സൂക്ഷിച്ചു വെച്ചേക്കുന്ന കുടുംബ ഫോട്ടോകള്. സാധാരണയായി ഫോട്ടോകൾ എന്ന് പറയുന്നത് സന്തോഷഘട്ടങ്ങളിൽ എടുക്കുന്നവയാണ്. ദാമ്പത്യ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ കാരണം ദേഷ്യപ്പെടുന്ന അമ്മയെയോ അല്ലെങ്കിൽ ഭക്ഷണമേശയിൽ നിശബ്ദനായിരിക്കുന്ന അച്ഛനെയോ ഒന്നും നമ്മൾ ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ല. എപ്പോഴും ചിരിച്ചു നിൽക്കുന്ന അമ്മയെയോ ചിരിച്ചു നിൽക്കുന്ന അച്ഛന്റെയോ ഫോട്ടോകൾ മാത്രമേ നമുക്ക് കൂടുതൽ കാണാൻ സാധിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും നമ്മുടെ ജീവിതത്തിലെ ഓർമ്മകളിൽ വളരെ അധികം വലിയ തോതിലുള്ള എഡിറ്റിംഗ് നടക്കുന്നുണ്ട് എന്നുള്ളത്. മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് മടിയുണ്ട് എന്നുള്ളതാണ്. നമ്മൾ വെറുതെ അശ്രദ്ധ കൊണ്ട് കഴിഞ്ഞ കാലം മറന്നു കളഞ്ഞതല്ല. പക്ഷേ ഒരിക്കൽ നമ്മൾ ജീവിച്ചിരുന്ന ആ വികാരാവസ്ഥകളിലേക്ക് നമുക്ക് വീണ്ടും കടന്നു ചെല്ലാൻ കഴിയാമായിരുന്നിട്ട് കൂടി നമ്മൾ മനഃപൂർവ്വം ആഴമുള്ള പല കാരണങ്ങളാൽ നമ്മുടെ ഓർമ്മകളെ നമ്മൾ തള്ളിപ്പറയുകയും നമ്മുടെ ചരിത്രങ്ങളെക്കുറിച്ചുള്ള ആത്മപരിശോധനയെ നമ്മൾ സജീവമായി നിയന്ത്രിക്കുകയും ചെയ്യുന്നതാണ് എന്നാണ് മനഃശാസ്ത്രകാരന്മാർ പറയുന്നത്. നമ്മളിൽ നിന്ന് തന്നെ അകലം പാലിക്കുന്നത് കണ്ടെത്താൻ സാധ്യതയുള്ള പല കാര്യങ്ങളും വേദനാജനകമായിരിക്കുമെന്ന ഭയത്താലാണെന്നാണ് പറയുന്നത്. നമ്മൾ സ്നേഹിക്കേണ്ടവരായ, നമ്മൾ അടുപ്പം കാണിക്കേണ്ടവരായ ചിലരോട് ഉള്ളിൽ എവിടെയോ കടുത്ത കോപവും വൈരാഗ്യവും ഉണ്ടായിരുന്നു എന്ന സത്യം നമുക്ക് ചിലപ്പോൾ കണ്ടെത്തേണ്ടി വന്നേക്കാം. നമ്മൾ ചെയ്ത ഒട്ടനവധി പിഴവുകളും തെറ്റായ വിധിനിർണയങ്ങളും കാരണം എത്രമാത്രം കുറ്റബോധം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് ചിലപ്പോൾ തിരിച്ചറിഞ്ഞേക്കാം. നമ്മുടെ ബന്ധങ്ങളിലും തൊഴിൽ ജീവിതങ്ങളിലും ഒത്തിരി മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് എന്ന് അംഗീകരിക്കേണ്ടി വന്നേക്കാം. ആദ്യകാല ജീവിതത്തെക്കുറിച്ച് നമ്മൾ മറന്നുകളയാൻ ശ്രമിക്കുന്ന ചിന്തകളും വികാരങ്ങളും കണ്ടെത്താൻ സഹായകമായിട്ടുള്ള ഒരു കാര്യം ആധുനിക ശാസ്ത്രജ്ഞർ രൂപപ്പെടുത്തിയിട്ടുണ്ട്. അതില് അവര് നമ്മളോട് നമ്മുടെ ബാല്യകാലത്തെ കുടുംബത്തിനെ, വീടിനെ ഒരു ലളിതമായ ചിത്രം വരയ്ക്കാൻ പറയുന്നു. നമ്മുടെ വീടിന്റെ ഒരു ലളിതമായ ചിത്രം വരയ്ക്കാൻ പറയുന്നു. സാധാരണയായി ഈ ചിത്രം വരയ്ക്കുമ്പോഴത്തേക്കും അത് നമ്മുടെ ഉള്ളിലെ മറഞ്ഞു കിടക്കുന്ന ആശയങ്ങളെ പുറത്തു കൊണ്ടുവരുമെന്നാണ് പറയപ്പെടുന്നത്. നമ്മളും നമ്മുടെ മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരുന്നു, വീട് നമ്മൾ ഏത് രീതിയിലാണോ നമ്മൾ വരച്ചിരിക്കുന്നത് അത് ആ ബന്ധങ്ങളെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. ജനാലകൾ തുറന്നിട്ട് കഴിഞ്ഞാല് ആശയവിനിമയത്തിനുള്ള വാതില് നമുക്കും നമ്മുടെ പാരൻസിന്റെ ഇടയിൽ ഉണ്ട് എന്നുള്ളതാണ്. ജനാലകൾ എത്ര വലുതാണ്, കാലാവസ്ഥ എങ്ങനെയാണ്, ഇതിന്റെയൊക്കെ തിരഞ്ഞെടുപ്പ് നമ്മുടെ ഉള്ളിലെ വികാരങ്ങളെ സൂചിപ്പിക്കുന്നു എന്നാണ് പറയുക. ഈ പരീക്ഷണം എന്ന് പറയുന്നത് ശാസ്ത്രീയമായി ശരിയാണ് എന്ന് അവകാശപ്പെടുന്നതൊന്നുമില്ല. ഇത് ചികിത്സാപരമായിട്ടുള്ള ഒരു ഡിബേറ്റിന്റെ തുടക്കം മാത്രമാണ്. അതിന്റെ ഒരു അവസാനമല്ല, തുടക്കം മാത്രമാണ് ഇത്തരത്തിലുള്ള ചർച്ചകൾ. എന്നിരുന്നാലും ബോധമില്ലാത്ത മനസ്സിനെ എന്നുള്ളതല്ല, നമ്മുടെ അറിയാത്ത മനസ്സിനെ നമുക്ക് പിടികൂടാനും അതിലൂടെ ഉയർന്നു വരുന്ന പഴയ കാലഘട്ടങ്ങളിലെ ബുദ്ധിമുട്ടുകളോട് ബന്ധപ്പെട്ട പിടികിട്ടാനാകാത്ത വികാരങ്ങളെ പഠിക്കാനും നമ്മെ പ്രേരിപ്പിക്കുക എന്നതാണ് ഇത്തരം കാര്യങ്ങളുടെ ലക്ഷ്യം, ഇത്തരം എക്സസൈസുകളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ മനഃശാസ്ത്രം സൂചിപ്പിക്കുന്നത് പോലെ നമ്മുടെ അഡൽട്ട്ഹുഡിന്റെ സ്വഭാവത്തെ മനസ്സിലാക്കാനുള്ള ശേഷി ചിലപ്പോൾ നമ്മുടെ ബാല്യകാല സംഭവങ്ങളിലേക്ക് നീണ്ടു കിടക്കുന്നതായിരിക്കും. അതുകൊണ്ട്
നമ്മുടെ കഴിഞ്ഞ കാലത്തിന് ഏറ്റവും കടുപ്പമുള്ള വശങ്ങളെ വ്യാഖ്യാനിക്കുകയും കാലക്രമേണ അവയെ അതിജീവിക്കുകയും ചെയ്യാൻ ശ്രമിക്കാതെ നമുക്ക് മറ്റൊരു വഴിയില്ല എന്നാണ് തോന്നുന്നത്. നന്ദി.